സെൻട്രൽ ലിമിറ്റ് തിയറം ഇത് നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തതാണ്. അതൊന്നുകൂടി പറയാം. എക്സ് ഐ ബി എൻ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ വിത്ത് മീൻ ഓർ ഇ ഓഫ് എക്സ് ഐ. ഇ ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ തന്നെ മ്യൂ ഐ വരും. അതായത് ഓരോ റാൻഡം എക്സ് വണ്ണിൻ്റെത് മ്യൂ വൺ, എക്സ് ടുൻ്റെത് മ്യൂ ടു, അങ്ങനെ. അതുപോലെ വാരിയൻസ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു സിഗ്മ ഐ സ്ക്വയർ. അതായത് വാരിയൻസ് ഓഫ് എക്സ് വൺ സിഗ്മ വൺ സ്ക്വയർ, വാരിയൻസ് ഓഫ് എക്സ് ടു സിഗ്മ ടു സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ ദെൻ ദ സം Sn equal to x1 plus extra xn follows normal distribution with mean equal to mu1 plus mu2 plus etc mun and variance equal to sigma 1 square plus etc sigma n square. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തതാണ്. ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കി വെക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ഇതാണ്. ലെറ്റ് x1 x2 etc xn be n independent random variable Poisson variate. സ്റ്റേറ്റ്മെന്റിൽ n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏതും ആവാം. പോയ്സോൺ ആവാം, ബൈനോമിയൽ ആവാം. നിങ്ങൾ പഠിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ അതൊക്കെ വരാം. യൂഷ്വലി പ്രോബ്ലം കൂടുതലും കാണുന്നത് എന്താ പറയണ്ടേ, ഇതിന്റെ രണ്ടിന്റെയാണ്, പോയ്സോണിന്റെ ബൈനോമിയലിന്റെ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ റാൻഡം വേരിയബിളും പോയ്സോൺ വേരിയേറ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പോയ്സോൺ വേരിയബിളിന്റെ മീൻ, വേരിയൻസ്, അതിൻ്റെ ഒക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇവിടെ പറയുന്നത് അപ്പോൾ എക്സ് ഐസ് ഓരോ എക്സ് വൺ എന്താണ് പോയ്സോൺ ആണ്, എക്സ് ടു പോയ്സോൺ ആണ്, എക്സ് ത്രീ പോയ്സോൺ, അങ്ങനെ ഓരോന്നും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ഗിവൺ ആയിട്ടുള്ള കാര്യം എന്താണ്, x1 etc xn follows പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അതായത് ഇ ഓഫ് എക്സ് ഐ എത്രയായിരിക്കും, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ആണെങ്കിൽ അതിന്റെ മീനും വേരിയൻസും എന്താണ്, ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് പോയ്സോൺ. അതിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്, ലാംഡയാണ്. സെയിം വേരിയൻസും ലാംഡ തന്നെയാണ്. അപ്പോൾ എന്ത് വരും, ലാംഡ. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഐ എന്ത് വരും, അഗെയിൻ ലാംഡ വരും. ഇനി use CLT to estimate this value, this probability. We have to estimate this probability. ഇതാണ് നമ്മൾ കണ്ടത്. where Sn equal to sum and lambda equal to 2 and n equal to 75. lambda equal to 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ E of xi എന്തായി, 2i and variance of xi 2i. രണ്ടും സെയിം ആണ്. ആൻഡ് തന്നത് n 75 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താ, P of 120 less than or equal to Sn less than or equal to 160. ഇത് ആക്ച്വലി എന്താ, P of 120 less than or equal to x1 plus etc plus xn ആണല്ലോ, less than or equal to 160. ഇത് എഴുതാൻ നിർബന്ധമൊന്നുമില്ല, ഏതായാലും ശരിയാണ്. ഇനി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ CLT യൂസ് ചെയ്യണം. ഓക്കെ, ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് എഴുതാം, നമുക്ക് CLT യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, Snന്റെ മീനും വേരിയൻസും കൂടി ഫസ്റ്റ് കാണാം. Sn എന്താണ്, x1 പ്ലസ് എക്സെട്ര പ്ലസ് xn, ഇതാണ് Sn എന്ന് പറയുന്നത്. അപ്പോൾ E ഓഫ് Sn എന്താണ്, ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ്, നിങ്ങൾ നേരത്തെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, എന്ത് x1 പ്ലസ് എക്സെട്ര xn ആണെങ്കിൽ അതിന്റെ മീൻ, E ഓഫ് Snന്റെ മീൻ എന്ന് പറഞ്ഞാൽ ഓരോ റാൻഡം വേരിയബിളിന്റെ മീനിന്റെ സമ്മിനും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 2 പ്ലസ് 2 പ്ലസ് എക്സെട്ര എത്ര 2 വരും, 75 എന്ന് പറയുന്നത് 75 അല്ലേ, 75 ടേംസ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് 2 ഇങ്ങനെ വരും. അതായത് ഇവിടെ എല്ലാം x1ന്റെ മീനും x2ന്റെ മീനും ഒക്കെ സെയിം ആണ്, ഡിഫറെന്റ് അല്ല, സെയിം. നേരത്തെ പറഞ്ഞ മ്യൂ ആയി, ഓരോന്നിനും മ്യൂ, x1ന് മ്യൂ 1 ആണ്, x2ന് മ്യൂ 2 ആണ്. ഇവിടെ അങ്ങനെ ഇല്ല, എല്ലാത്തിനും സെയിം ആണ്. അപ്പോൾ എന്ത് വരും, 2 പ്ലസ് 2 പ്ലസ് എക്സെട്ര 2 എന്ന് വരും. അപ്പോൾ ഇതിന്റെ xi എന്ത് വരും, E ഓഫ് Sn എന്ന് പറയുന്നത് E ഓഫ് x1 പ്ലസ് ഓരോന്ന് സം എഴുതാം, x1 പ്ലസ് എക്സെട്ര പ്ലസ് xn, ദാറ്റ് ഈസ് E ഓഫ് x1 പ്ലസ് E ഓഫ്
x2 plus etc plus e of xn. xn എന്ന് പറഞ്ഞാൽ x75 വരെ. അപ്പോൾ എന്തൊരു ആൻസർ 2 plus 2 plus അങ്ങനെ വരും. 75 into 2 അതായത് 150. ഒന്നുകിൽ ഡയറക്റ്റ് ചെയ്താൽ മതി, ഇത്ര നീട്ടിയൊന്നും എഴുതണ്ട. ആൻഡ് വാരിയൻസ് ഓഫ് എസ് എൻ എന്ത് വരും? ഇതേപോലെ തന്നെ വാരിയൻസ് ഓഫ് x1 plus etc plus xn വരും. അഗെയിൻ എന്താ? variance of x1 plus variance of x2 plus extra variance of xn. നമുക്കൊരു റിസൾട്ട് അറിയാം. variance of ax plus by എന്ന് പറയുന്നത് a square into variance of x plus b square into variance of y. സോറി, വൈയുടെ നിങ്ങൾക്ക് വേണ്ട, ax plus b മാത്രം മതി. a square into variance of x ആയിരിക്കും. ഈ ഒരു റിസൾട്ട് ഓർത്ത് നോക്കുക. എക്സ്പെക്ടേഷൻ അതുപോലെ ജസ്റ്റ് എ മാത്രം എടുത്താൽ പോലെ സ്ക്വയർ എടുക്കണം. പക്ഷെ ഇവിടെ ഒക്കെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 square 1 ആണ്. അപ്പോൾ വാരിയൻസ് ഓഫ് x1 പ്ലസ് എക്സെട്ര വാരിയൻസ് ഓഫ് xn. xn എന്ന് പറഞ്ഞാൽ x75. അപ്പോൾ എന്ത് കിട്ടും? അഗെയിൻ 75 into 150. അതായത് നമ്മൾക്ക് എന്ത് കിട്ടി? സെൻട്രൽ ലിമിറ്റ് തിയറം പ്രകാരം xi ഫോളോസ് പോയ്സോൺ, നിങ്ങൾ വേർഡ്സ് എഴുതിക്കോട്ടോ, xi follows Poisson with parameter 2, lambda equal to 2. Then Sn follows normal distribution with mean mu equal to 150 and variance equal to 150. മീനും വേരിയൻസും ഈക്വൽ ആണ്. ഇനി എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് 120 less than or equal to Sn less than or equal to 160 വരും. അതായത് Sn-ൻ്റെതാണ്. ഒരു കാര്യം നമ്മൾ ഈ മുമ്പേ കഴിഞ്ഞ മൊഡ്യൂളല്ല, ഈ മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് ഫോളോസ് n mu sigma square then x minus mu by sigma follows n0 1. അപ്പോൾ Sn-ൻ്റെ ലിമിറ്റ് വരുന്നത് 120 മുതൽ 160 വരെ വരും. 120ക്കും 160ക്കും ഇടയിലാണ്. അപ്പോൾ എക്സ് ഫോളോസ് n mu sigma സ്ക്വയർ ആണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ n01. അതായത് എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് എന്താ? എക്സിൻ്റെ മീൻ. സിഗ്മ എന്ന് പറയുന്നത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ ഇവിടെ എന്ത് എഴുതാം നമുക്ക്? Sn ഫോളോസ് n 150 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഈ Sn-നെ മാറ്റി Sn മൈനസ് ഇ ഓഫ് Sn ബൈ സിഗ്മ ഓഫ് Sn എഴുതാം. അതിനെങ്ങനെ 120 മൈനസ് ഇ ഓഫ് Sn ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് Sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160 മൈനസ് ഇ ഓഫ് Sn ഡിവൈഡഡ് ബൈ സിഗ്മ ഓഫ് Sn ഇങ്ങനെ വരും. ദാറ്റ് ഈസ് അപ്പോൾ എക്സ് ഫോളോസ് Sn നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 150 ആൻഡ് വേരിയൻസ് 150 ആൻഡ് മീൻ 150 ആണ്. അപ്പോൾ ഈ ഒരു റാൻഡം വേരിയബിൾ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇതിനെങ്ങനെ എഴുതാം? സെഡ് എഴുതാം. ഇവിടെ വാല്യൂ ഇ ഓഫ് Sn-ന് പകരം വാല്യൂ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ്? സെഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് എന്ത് വരും? വാല്യൂ 120 മൈനസ് ഇ ഓഫ് Sn 150 ഡിവൈഡഡ് ബൈ വാരിയൻസ് ഓഫ് എക്സ് Sn ആണ് 150. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Sn എന്ത് വരും? 150 വരും. ആൻഡ് ദിസ് വൺ 160 മൈനസ് 150 ഡിവൈഡഡ് ബൈ റൂട്ട് 150 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് തോന്നുന്നു മൈനസ് 2.45 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.82. സെഡിലെത്തി നമുക്ക് ഇനി കാണാൻ പറ്റും. സെഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നോർമൽ ടേബിൾ യൂസ് ചെയ്യുക, വാല്യൂ എഴുതുക. എങ്ങനെയാ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുക? സെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ പോയിന്റ്സ് ഇതാ ഇവിടെ വരും. മൈനസ് 2.45 വരും. ഇവിടെ വരും 0.82 വരും. ഈ ഒരു ഏരിയ ആണ്. ഏരിയ കാണുമ്പോൾ
-2.45 മുതൽ 0 വരെയുള്ള ഏരിയ പ്ലസ് 0 മുതൽ 0.82 വരെയുള്ള ഏരിയ ആഡ് ചെയ്യുക. അതൊക്കെ ടേബിൾ നോക്കി വാല്യൂ എഴുതുക. നോർമൽ ടേബിളിൽ ആ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. ഡയറക്റ്റ് നോക്കി എഴുതിയാൽ മതി. നമുക്ക് തോന്നുന്നു ആൻസർ ഓൾമോസ്റ്റ് 0.7 സംതിങ് ആണ്, 0.78 അങ്ങനെ വരും. അത് നിങ്ങൾ കറക്റ്റ് നോക്കി എഴുതുക. ഒന്നുകൂടി ഞാൻ പറയാം. ഓരോ റാൻഡം വേരിയബിളും x1 x2 എക്സെട്ര അതിന്റെ കേസാണ് പറയുന്നത്. xn or x75 അതൊക്കെ എന്താണ്? പോയ്സോൺ ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം പ്രകാരം Sn അതിന്റെ സം എന്തായിരിക്കും? പക്ഷെ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ ഇൻഡിപെൻഡന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. ആ മീനും വേരിയൻസും കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതിന്റെ മീനും വേരിയൻസും യൂസ് ചെയ്ത് മീൻ വേരിയൻസ് കാണും. Sn n മ്യൂ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ Sn മൈനസ് E ഓഫ് Sn ബൈ സിഗ്മ ഓഫ് Sn എന്ത് ഫോളോ ചെയ്യും? N01 ഓർ സ്റ്റാൻഡേർഡ് നോർമൽ. N01 എന്ന് പറഞ്ഞാൽ Z സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം. ഈ ടൈപ്പ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ കൺസെപ്റ്റ് സെയിം ആണ്. അതായത് ആദ്യം ചെയ്യേണ്ടത് E ഓഫ് xi എഴുതുക, വേരിയൻസ് ഓഫ് x1, Sn എന്താണെന്ന് എഴുതുക, E ഓഫ് Sn എഴുതുക, വേരിയൻസ് ഓഫ് Sn എഴുതുക, എന്നിട്ട് ഇത് എഴുതുക Sn ഫോളോസ് ദിസ് വൺ. ഇനി Sn ഇത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും. ചെയ്തു വെക്കും. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്താലും നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ എടുത്താലും അതിൽ കാണാൻ പറ്റും ഈ ടൈപ്പ് പ്രോബ്ലംസ്. ഓക്കെ.